കുറെ കുട്ടികളുടെ ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് എക്സാം എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഒക്കെ ഒരു ഹ്യൂമൻ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവരെന്താണോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ കൂടുതൽ എഫിഷ്യന്റ് ആക്കാം. പറയുന്ന 2 to 5:30 എന്ന് പറയുന്ന ആ സമയം നിങ്ങൾ മാക്സിമം ഉറങ്ങാതിരിക്കുക. പിന്നീട് നീറ്റ് എക്സാമിന് വളരെ വളരെ മോശമായിട്ട് ബാധിക്കും. ഹായ്, വെൽക്കം ടു കോഡ്കാസ്റ്റ്. കോഡ്കാസ്റ്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്റെ കൂടെ ഉള്ളത് ബയോളജി സാറാണ്, അരവിന്ദ് സാറ്. എല്ലാവർക്കും അറിയാം, കുറെ കോഡ്കാസ്റ്റ് എപ്പിസോഡ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞ്. സാറേ, ഇപ്പോ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറെ കുട്ടികളുടെ ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്. എക്സാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും ചിലർക്ക് ഉറക്കം പോവുകയാണ്. ഓക്കെ, ഉറക്കമില്ല, അതായത് സാറേ രാത്രി ഉറക്കം കിട്ടുന്നില്ല, ആകെ കൂടി ടെൻഷൻ. ചിലരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് നന്നായിട്ട് ഉറക്കം വരുന്നത്. ഓക്കെ, രണ്ട് എക്സ്ട്രീം കേസുകളാണ്. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് ഒരു ജനറൽ ആയിട്ട് സാറിന് പറയാനുള്ളത്? ഓക്കെ, അപ്പോ ഇത് നമ്മളെല്ലാരും ക്ലാസ്സിൽ കയറുമ്പോൾ കേൾക്കുന്ന ഒരു കൺസേൺ ആണ്. അതായത് ഉറക്കം കൂടിപ്പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ചില ആൾക്കാർക്ക് രാത്രി പ്രോപ്പർലി ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള ഇതുണ്ട്. ഇതില് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ഓഫ് ദ എക്സാമിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഇനി എക്സാമിലേക്ക് വെറും 80 ദിവസം ആ ഒരു റേഞ്ചിലേക്ക് നമ്പേഴ്സ് ഓഫ് ഡേയ്സ് ഉള്ളൂ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് റൊട്ടീൻ ചേഞ്ച് ചെയ്യുന്ന പരിപാടികൾ ചെയ്യാതിരിക്കുക. അത് പെട്ടെന്ന് റൊട്ടീൻ ചേഞ്ച് ചെയ്യാന്നുള്ള അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പല സോഴ്സസിൽ നിന്നും വരുന്ന എന്താ പറയാ ന്യൂസസ് എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് ആണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, അത് മാറ്റണം, ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചില ആൾക്കാർ പറയുന്ന ഉറക്കം. അതായത് നിങ്ങൾ സമയം കുറച്ച് ഉറങ്ങിയാൽ മതി, അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ കൂടുതൽ സമയം കൊടുക്കണം. ഞാനൊരു ഒരു ബേസിക് കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇത്രയും നാള് ഒരു റുട്ടീൻ ഫോളോ ചെയ്തിട്ടുണ്ടാവും, അത് പെട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പൊ ചില കുട്ടികൾ ഉണ്ടാവും രാവിലെ ഒരു 6 മണിക്ക് എണീറ്റിട്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പഠിക്കാനിരുന്നിട്ട് രാത്രി കുറച്ചൊരു 12 മണി 1 മണിക്ക് കിടന്നുറങ്ങുന്ന കുട്ടികളുണ്ടാവും. നേരെ തിരിച്ചും ഉണ്ടാവാം, രാത്രി ഒരു 10 മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ ഏർലി മോർണിംഗ് 4 മണിക്ക് എണീറ്റിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ ഇവരിത് കേൾക്കുമ്പോൾ ഇവർ കൺഫ്യൂസ്ഡ് ആവും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അതായത് സാറ് ഉദ്ദേശിച്ച ഒരു ഇപ്പം പുതിയ പാറ്റേണിലേക്ക്, പുതിയ പാറ്റേണിലേക്ക് വരാൻ പാടില്ല. അവരിപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ കൂടുതൽ എഫിഷ്യന്റ് ആക്കാൻ, അതിൽ സമയം കൂടുതലായിട്ട് എന്താണ് യൂട്ടിലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ കൂടുതൽ സമയം എങ്ങനെ കിട്ടും, അതായത് ആവശ്യമില്ലാതെ പോകുന്ന സമയങ്ങൾ കുറയ്ക്കുക. അതെ, അത് ഇതില് ആവശ്യമില്ലാതെ പോകുന്ന സമയങ്ങൾ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാന്നുള്ളതേ ഉള്ളൂ. ഒരു ദിവസം ഈ കുട്ടി കോൺഷ്യസ് ആയാൽ മതി, ഒരു ദിവസം ആ കുട്ടിയുടെ പ്രിപ്പറേഷനിൽ ആ കുട്ടി കോൺഷ്യസ് ആയാൽ മതി. ഈ ദിവസം ഞാൻ എവിടെയൊക്കെയാണ് സമയം പാഴാക്കുന്നത്, പല സ്ഥലങ്ങളിലുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ചില കുട്ടികൾ പഠിച്ച് കുറച്ച് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഔട്ട് ഓഫ് ആ ഒരു വേറൊരു ആലോചനയിലേക്ക് പോകും. പിന്നെ അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ബുക്കിന്റെ പുറത്ത് തന്നെ കിടന്നുറങ്ങും. അല്ലെങ്കിൽ ചില കുട്ടികൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നീ എന്താ പറയാ, ഇന്ന് കുറച്ച് ഉറങ്ങാം, നാളെ ഇതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പൊ ഇതിലൊരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഉറക്കം വീണ്ടും വരും. അപ്പൊ നിങ്ങൾ ഈ ഉച്ച സമയത്ത് ഉറങ്ങുക, അല്ലെങ്കിൽ ഇപ്പൊ രാത്രി എന്താ പറയാ ലേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പഠിക്കണമെന്നുള്ള ആവേശത്തിൽ ചാടി എണീക്കുക. അപ്പൊ അവിടെ എന്താണ് ലാക്കിംഗ് ഓഫ് ഉറക്കം വരികയാണ്. അതായത് രാത്രി വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ട് പഠിക്കണമല്ലോ, ക്ലാസ് അറ്റൻഡ് ചെയ്യണമല്ലോ എന്നുള്ള ഇതിൽ രാവിലെ നേരത്തെ എണീക്കും. അപ്പൊ ഈ ഡ്യൂറേഷൻ ഓഫ് സ്ലീപ്പ് കുറയാണ്. ഈ ബോഡി എന്ന് പറയുന്ന ഈ ഫിസിയോളജിക്കൽ സെറ്റപ്പിന് എന്തായാലും റെസ്റ്റ് വേണം. അതെങ്ങനെ എടുക്കും, നമ്മൾ പോലും അറിയാതെ തന്നെ അത് എടുക്കും. അതായത് നമ്മൾ അറിയാണ്ടിരുന്ന് ഉറങ്ങിപ്പോ ഇപ്പൊ നമ്മൾ കാണുന്നില്ല, ഇപ്പം ട്രക്ക് ഡ്രൈവേഴ്സ് എന്താണ് വളരെ സമാധാനത്തിലാണ് വണ്ടികൾ ഓടിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഇത്രയും എന്താണ് സ്റ്റേണസ് ആയിട്ട് രാത്രി ഉറക്കമൊക്കെ ഉളച്ച് ഓടിക്കുമ്പോൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം അവര്. ഇനി ചില ആൾക്കാരാണെങ്കിൽ എന്താണ്, ചിലപ്പോൾ നമ്മൾ കാണാൻ ട്രക്കൊക്കെ സൈഡിൽ ഒതുക്കിയിട്ട് ഉറങ്ങും. അതാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സാധനമാണ് ഉറക്കം. അതായത് ഉറക്കം എപ്പോഴാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് കണ്ണ് അടഞ്ഞു പോണൊക്കെ ഫീലിംഗ് പല ആൾക്കാർക്കും വന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഒക്കെ ഒരു ഹ്യൂമൻ ബോഡിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക, അതൊരു ഫിസിയോളജിക്കൽ പ്രോസസ് ആണ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നത്, ഉറക്കം എക്സസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും. ഇപ്പൊ ഈ റീസെന്റ് ടൈമില് ഒരു കാരണം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഈ ഡിസംബർ മാസത്തില് അതേപോലെ ജാനുവരി മാസത്തിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് സാധാരണ ഇതിൽ തണുപ്പിന്റെ ഒരു ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ആ രാവിലത്തെ സമയത്ത് എന്താ പറയാ ഫെബ്രുവരി ജാനുവരി മാസങ്ങളിൽ നമുക്ക് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് പുതച്ചു മൂടി കിടക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അപ്പൊ ഈ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഇതിന്റെ പ്രശ്നം. അതിനെ കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിപ്പോ നമ്മളുടെ എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ് അങ്ങനെയാണ് നിൽക്കുന്നത്, തണുപ്പാണ്, അവിടെ നമുക്ക് ഉറങ്ങാൻ തോന്നും.
അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഗ്രാജുവലി എന്ത് ചെയ്യുക, കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ എന്താ പറയുക, ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു മാറ്റം വരുത്തുക. ഞാൻ നാളെ രാവിലെ മുതൽ എന്താണ്, ഇന്ന് വരെ 6 മണിക്കാണ് എണീറ്റുള്ളത്, നാളെ രാവിലെ ഞാൻ 4 മണിക്ക് എണീക്കും, എന്നിട്ട് ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞാൽ 4 മണിക്ക് എണീറ്റ് 4:30 ആകുമ്പോഴത്തേക്ക് ഉറങ്ങും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അപ്പോ എപ്പോഴും മനസ്സിലാക്കുക, ഉറക്കം അനിവാര്യമാണ്. ഇനി ആര് തന്നെ പറഞ്ഞാലും ഉറക്കം അനിവാര്യമാണ്. പിന്നെയാണ് ചില കുട്ടികൾക്ക് ഇപ്പോ ഉച്ചയ്ക്ക് കടന്നുറങ്ങുന്ന ഒരു ടെൻഡൻസി ഉണ്ട്, ഉണ്ട്. പക്ഷെ അത് പിന്നീട് നീറ്റ് എക്സാമിന് വളരെ വളരെ മോശമായിട്ട് ബാധിക്കൂ. അത് ആക്ച്വലി ഈ നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളുടെ മൈൻഡിൽ കൂടെ പോണ കാര്യങ്ങളൊക്കെ ഭയങ്കര രസകരമാണ്. അത് നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യണമെന്നുണ്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ടിപ്പിക്കൽ ഈ 2 മണി തൊട്ട് അതേപോലെ ആ 2 മണി സമയത്തൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിക്കുക എന്താണ്, നീറ്റ് എക്സാമിനൊന്നും നിങ്ങൾക്ക് ഉറക്കം വരില്ല, ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇതിലൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ നീറ്റ് എക്സാമിന് എക്സാം ഹാളിൽ കയറുന്ന സമയത്തൊക്കെ നമ്മുടെ നെഞ്ചിങ്ങനെ പാൽപിറ്റേഷൻ, നമുക്ക് ഇങ്ങനെ ഇടിക്കുന്നത് അറിയാൻ പറ്റും. പേടിയും ആ ഒരു എക്സൈറ്റ്മെന്റും, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലുള്ള ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ആകുമ്പോൾ നമ്മൾ അക്ലിമറ്റൈസ്ഡ് ആവും. അതായത് ആ പറയുന്ന ക്ലാസ് റൂമുമായിട്ട് നമ്മൾ ചേരും. അത് നമ്മൾ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടും. ഓക്കെ, നമ്മൾ എക്സാം ഹാളിലാണ് ഇരിക്കുന്ന ഒരു ബോധമൊക്കെ വരും, ആ പേടിയൊക്കെ അങ്ങോട്ട് കുറയും. പിന്നെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, നമ്മൾ ചിലപ്പോൾ കൈയൊന്ന് താങ്ങും, പിന്നെ നമ്മൾ ചരിഞ്ഞിരിക്കും, പിന്നെ നമ്മൾ അപ്പുറത്തുള്ളവരെ നോക്കും, ഇങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ ഈ ക്ഷീണം എന്താണ് വല്ലാണ്ട് എല്ലാ ദിവസവും നമ്മൾ ഉറങ്ങി ഒരു ശീലം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് ശേഷം ഉറങ്ങി ശീലം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് പേടിയും അത് ഓവർകം ചെയ്യും. നമുക്ക് പേടിയുണ്ട്, നമ്മൾ എന്താണ് എക്സാം ഹാളിൽ ഇരിക്കും, അതുപോലും എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മൾക്ക് അത് വളരെ ഡേഞ്ചർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ ടൈം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉറങ്ങരുത്. ഈ പറയുന്ന 2 to 5:30 എന്ന് പറയുന്ന ആ സമയം നിങ്ങൾ മാക്സിമം ഉറങ്ങാതിരിക്കുക. അതിൽ ആ സമയത്ത് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ നടന്നു വായിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചുകൂടെ എന്താ പറയാ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുകയോ, തിയറി വായിക്കാതെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഉറക്കം എന്ത് ചെയ്യാൻ പറ്റും, പിടിച്ചു നിർത്താൻ പറ്റും. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്താ പറയാ ഈ എൻട്രൻസ് എക്സാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വീണ്ടും പറയുന്നു, മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വരുന്നുണ്ടാവും. ഉറക്കം അങ്ങനെ ചെയ്യണം, ഉറക്കം ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെയാണ്. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ തുടരുക. നിങ്ങൾ പെട്ടെന്ന് ഒരു ഓൾട്ടറേഷൻ വരുത്താതിരിക്കുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോ പോഡ്കാസ്റ്റില് സാറ് ഉറക്കത്തിനെ കുറിച്ച് പറഞ്ഞത് വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.